ലോകകപ്പ് നോക്കൌട്ട് റൗണ്ടിലേക്ക് അടുക്കുകയാണ്. അവസാന ഘട്ടത്തിലേക്ക് മൂന്നാം റൗണ്ട് മത്സരങ്ങളിൽ അവസാന ഘട്ടത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. പ്രത്യേകിച്ച് ഓരോ ദിവസവും സൂപ്പർ പോരാട്ടങ്ങളുണ്ട്. ഇന്നും സൂപ്പർ പോരാട്ടങ്ങളുള്ള ദിവസമാണ്. ഓരോ ടീമുകൾക്കും ഇത് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ചില ടീമുകൾക്ക് അത് ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകാനുള്ള മത്സരമെങ്കിൽ മറ്റു ചിലർക്ക് നോക്കൌട്ട് ഉറപ്പിക്കാനുള്ള മത്സരമാണ്. ഇന്ന് രണ്ട് സൂപ്പർ താരങ്ങൾ നേർക്കുനേർ വരുന്ന ദിവസമാണ്. കിലിയൻ എംബപ്പയും ഏർലിംഗ് ഹാലൻഡും. സമകാലിക ഫുട്ബോളിലെ ഏറ്റവും മികച്ച രണ്ട് താരങ്ങൾ നേർക്കുനേർ വരുന്നു. ക്ലബ് ഫുട്ബോളിലും ദേശീയ ടീമിലും ഗോളടിച്ച് കൂട്ടുന്ന കിലിയൻ എംബപ്പയും ഏർലിംഗ് ഹാലൻഡും വരുമ്പോൾ അത് ആവേശത്തോടെയുള്ള ഒരു മത്സരമായി തന്നെ നോർവേ ഫ്രാൻസ് മത്സരം മാറുകയും ചെയ്യും. ലോകകപ്പിലെ ആദ്യ രണ്ട് മത്സരങ്ങളിൽ നിന്ന് 4 ഗോളുകൾ അടിച്ചുകൂട്ടിക്കഴിഞ്ഞു ഇരുവരും. ഇരു താരങ്ങളുടെയും ലക്ഷ്യം ഈ ലോകകപ്പിലെ ഗോൾഡൻ ബൂട്ട് തന്നെയാണ്. നമുക്ക് ഇരുവരുടെയും സ്റ്റാറ്റ്സ് ഒന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം, അത് രണ്ട് താരങ്ങളും ഒരുപോലെ തന്നെ ഗോളടിച്ചു കൂട്ടുകയാണ്. അത് ക്ലബ് ഫുട്ബോളിലായാലും അന്താരാഷ്ട്ര ഫുട്ബോളിലായാലും. ഈ ലോകകപ്പിലും എന്തായാലും ആദ്യ രണ്ട് മത്സരത്തിലും കണ്ടത് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്രാൻസിനായി 2017 കിലിയൻ എംബപ്പെ അരങ്ങേറിയത്. 100 മത്സരങ്ങൾ ഇതുവരെ പൂർത്തിയാക്കി 60 ഗോളുകൾ ഫ്രാൻസിനായി നേടിക്കഴിഞ്ഞു. ഒലിവർ ജെറൂദിനെ മറികടന്ന് ഫ്രാൻസിന്റെ എക്കാലത്തെയും ടോപ്പ് സ്കോറർ പട്ടം കൈപ്പിടിയിലാക്കി കഴിഞ്ഞു 27-കാരനായ കിലിയൻ എംബപ്പെ. ഈ ലോകകപ്പിൽ താരത്തിന്റെ പ്രകടനത്തിലേക്ക് കൂടി വന്നാൽ, ഈ ലോകകപ്പിൽ മികച്ച പ്രകടനമാണ് ഈ ലോകകപ്പിൽ കിലിയൻ എംബപ്പെ നടത്തിയത്. ലോകകപ്പിൽ 2 മത്സരങ്ങളിൽ 4 ഗോളുകൾ നേടി. ഇത് ആകെ ലോകകപ്പിന്റെ കണക്കെടുത്താൽ 2018 റഷ്യൻ ലോകകപ്പിൽ എംബപ്പെ അരങ്ങേറ്റം കുറിച്ചത്. അന്നു മുതൽ ഇന്ന് വരെ 16 മത്സരങ്ങളിൽ ഫ്രാൻസിനായി കിലിയൻ എംബപ്പെ ഇറങ്ങി. 16 മത്സരങ്ങളിൽ 16 ഗോളുകൾ കിലിയൻ എംബപ്പെ നേടുകയും ചെയ്തു. ആദ്യ ലോകകപ്പിൽ 4 ഗോളായിരുന്നു ഫ്രാൻസിനായി കിലിയൻ എംബപ്പെ നേടിയത്. അന്ന് ഫ്രാൻസ് കിരീടം നേടുകയും ചെയ്തു. പിന്നീട് കഴിഞ്ഞ ലോകകപ്പിൽ 2022 ഖത്തർ ലോകകപ്പിൽ ഫ്രാൻസിനെ ഒറ്റയ്ക്ക് തൊഴിലേറ്റിയായിരുന്നു മുന്നേറ്റം. 8 ഗോളുകൾ നേടി ടീമിനെ ഫൈനലിലെത്തിച്ചു. ഫൈനലിൽ ഹാട്രിക് നേടിക്കൊണ്ട് ഷൂട്ടൌട്ട് വരെ എത്തിച്ചത് കിലിയൻ എംബപ്പയുടെ പ്രകടനമാണ്. എന്തായാലും ആ 8 ഗോളുകളോടെ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുകയും ചെയ്തു കിലിയൻ എംബപ്പെ. ഈ ലോകകപ്പിൽ 2 മത്സരങ്ങളിൽ 4 ഗോളുകളുമായി എന്തായാലും ആ മുന്നേറ്റം ആ രീതിയിൽ തന്നെ തുടരുകയും ചെയ്യുന്നു. ഗോൾഡൻ ബൂട്ടിനായുള്ള പോരാട്ടത്തിൽ കിലിയൻ എംബപ്പയും ഒപ്പമുണ്ട്. മെസ്സിക്ക് 5 ഗോളുകളായി മെസ്സി മുന്നിലുണ്ട്. ഏതായാലും തൊട്ട് പിന്നിൽ തന്നെ കിലിയൻ എംബപ്പയും ഉണ്ട്. ഒപ്പം തന്നെ ഏർലിംഗ് ഹാലൻഡും ഉണ്ട് എന്നതാണ് ഈ മത്സരത്തിന്റെ പ്രത്യേകത. എന്തായാലും ഇതുവരെയുള്ള ലോക ഗോൾ നേട്ടത്തിൽ മിറോസ്ലാവ് ക്ലോസയുടെ 16 ഗോളിന്റെ റെക്കോർഡിന്റെ ഒപ്പം എത്താൻ എന്തായാലും കിലിയൻ എംബപ്പയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി ലിയോണൽ മെസ്സി മാത്രമാണ് എംബപ്പയ്ക്ക് മുന്നിലുള്ള ഒരു താരം. ഇനി നമ്മൾ ഏർലിംഗ് ഹാലൻഡിന്റെ കണക്കുകളിലേക്ക് പോയാൽ, ഹാലൻഡ് ആദ്യത്തെ ലോകകപ്പ് കളിക്കുകയാണ്. ആദ്യ ലോകകപ്പിൽ തന്നെ വരവറിയിച്ചിട്ടുണ്ട് ഏർലിംഗ് ഹാലൻഡ്. 2019 മുതൽ നോർവേ ടീമിന്റെ ജേഴ്സി അണിയുന്നു. പക്ഷേ 2019 മുതൽ ഇതുവരെയുള്ള കണക്കുകൾ നോക്കിയാൽ നോർവേയുടെ ഗോൾ നേട്ടത്തിലെല്ലാം ഏർലിംഗ് ഹാലൻഡിന്റെ പേര് കാണാം എന്ന തരത്തിലാണ് ആ പ്രകടനമുള്ളത്. 52 മത്സരങ്ങളിൽ നിന്ന് 59 ഗോളുകൾ ഇതുവരെ രാജ്യത്തിനായി ഏർലിംഗ് ഹാലൻഡ് നേടിക്കഴിഞ്ഞു. നോർവേയുടെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനെന്ന റെക്കോർഡും ഏർലിംഗ് ഹാലൻഡിന്റെ പേരിലാണ്. ലോകകപ്പിൽ ഇത്തവണ നമ്മൾ പറഞ്ഞതുപോലെ ആദ്യത്തെ ലോകകപ്പാണ് ഹാലൻഡ് കളിക്കുന്നത്. 2 മത്സരങ്ങൾ ഇതുവരെ ലോകകപ്പിൽ കളിച്ചു. 4 ഗോളുകൾ ഇതുവരെ അടിച്ചു കഴിഞ്ഞു. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം, അരങ്ങേറ്റത്തിൽ ഗോൾ എന്നത് ഒരു ശീലമായി മാറ്റിയിരിക്കുകയാണ് സൂപ്പർ താരം. അത് ചാമ്പ്യൻസ് ലീഗിലും ബുണ്ടസ് ലീഗയിലും പ്രീമിയർ ലീഗിലും കണ്ട അതേ മാസ് എൻട്രി ആയിരുന്നു ലോക വേദിയിലും നമ്മൾ കണ്ടത്. ഇറാഖിനെതിരെ ലോകകപ്പ് അരങ്ങേറ്റത്തിൽ ഇരട്ട ഗോൾ നേട്ടത്തോടെയാണ് ഹാലൻഡ് വരവറിയിച്ചത്. 2ാം മത്സരത്തിലും ഇരട്ട ഗോൾ നേടി. ഇനി എംബപ്പെ ഹാലൻഡ് നേർക്കുനേർ പോരാട്ടം ഒന്ന് പരിശോധിച്ചാൽ ആ കണക്കുകളിൽ അല്പം മുൻതൂക്കം ഗോളിന്റെ കാര്യത്തിൽ ഹാലൻഡിനുണ്ട് എന്ന് കാണാം. ക്ലബ് ഫുട്ബോളിൽ ഇരുവരും 4 തവണ ഏറ്റുമുട്ടി. ഈ 4 മത്സരങ്ങളും ചാമ്പ്യൻസ് ലീഗിലായിരുന്നു. 3 മത്സരങ്ങളിൽ എംബപ്പെ ജയിച്ചു, 1 മത്സരത്തിൽ ഹാലൻഡ് ജയിച്ചു. എന്നാൽ ഗോൾ എണ്ണത്തിൽ 4 മത്സരങ്ങളിൽ ഹാലൻഡ് 4 ഗോൾ നേടിയപ്പോൾ എംബപ്പയ്ക്ക് നേടാനായത് 1 ഗോൾ മാത്രമാണ്.